ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് പെരുന്നാളാവാറായില്ലേ, പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ പെരുന്നാളിനൊക്കെ വയറ് നിറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് ഇതുപോലത്തെ ഒരു മധുരം കഴിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ മസ്റ്റായിട്ട് ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെ പാൽ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ടാണ് കേട്ടോ. നമുക്ക് കുറഞ്ഞ ചേരുവയിൽ തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ടൊക്കെ അലിയണ പോലെ തന്നെ നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഇപ്പോൾ പുറത്ത് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു പൗഡർ ചോദിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഇതിനത്ര വിലയൊന്നുമില്ല, ഒരു 50ൻ്റെ ഉള്ളിലൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതില്ലാത്തവരെന്താണെങ്കിലും കടയിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച ശേഷം കൈ വിടാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ. ഇങ്ങനെ ഉണ്ടാകും കേട്ടോ. ഈ ഒരു പാക്കറ്റിലാണ് നമുക്ക് കിട്ടാറ്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചേർക്കാൻ നോക്കുക. അത് ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കുറുകി വരണം, അതുവരെ മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു മിക്സ് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് പുഡിങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 4ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രമാണെങ്കിലും ട്രേ ആണെങ്കിലും ഇതേപോലെ ഗ്ലാസ് പുഡിങ്ങിൻ്റെ ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ആക്കാം കേട്ടോ. അല്ലെങ്കിൽ പ്ലേറ്റിൽ ഏതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പുഡിങ്ങിൻ്റെ ട്രേയിലാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇല്ലേ, അത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ബദാം ഒന്ന് സ്ലൈസായി കട്ട് ചെയ്തെടുത്തതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ പുഡിങ് കഴിക്കുമ്പോൾ ഇടയിൽ കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനായിട്ടാണ് കേട്ടോ അതങ്ങനെ ചേർക്കുന്നത്. അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ളും ഗ്യാപ്പും ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ലെയറും കൂടി ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് വീണ്ടും ആ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് അധികം തന്നെ മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ തന്നെ ഈ ബ്രെഡിലേക്ക് ഇതെല്ലാം നല്ല സോക്കായി ഇറങ്ങി നല്ല സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് നേരം തണുപ്പിക്കാനൊന്നും വെക്കില്ല കേട്ടോ. ആ ചൂടോടെ തന്നെയാണ് നമ്മൾ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കണേ. എന്നാൽ തന്നെ ആ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 3ാമത്തെ ലെയറും കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഗ്യാപ്പിലും കൂടി ഒന്ന് ഫില്ലാക്കി എടുക്കാം കേട്ടോ. ചെറിയ പീസൊക്കെ വെച്ചിട്ട് ഒന്ന് ഫില്ലാക്കി എടുത്താൽ മതി. ഇപ്പോൾ 3 ലെയറും ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ചും കൂടി കസ്റ്റാർഡിൻ്റെ ആ മിക്സും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ടോ ഇല്ലെങ്കിൽ ബദാമോ പിസ്ത നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ഇതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു മധുരത്തിനും ഒരു ഫ്ലേവറിനും വേണ്ടി മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത്
മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാൻ വെക്കണം. എന്നാൽ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് എത്രത്തോളം തണുക്കണോ അത്രത്തോളം ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ പെരുന്നാളിന് ഉണ്ടാക്കുകയാണെങ്കിൽ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് ഉച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. വാലിട്ട് അങ്ങനെ മെൽട്ടായി പോകും, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതേപോലെ കുറഞ്ഞ ചേരുവയിലാണ് നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവരുണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ ഒരു പുഡിങ് നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീടിനാർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നത് കട്ട് ചെയ്ത് കാണിച്ചു തരികയാണ്. ഇത് നമ്മൾ കുറച്ചധികം മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലാണ് ഇത് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല ജെല്ലി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ വാലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.